ഇതാണ് എൻ്റെ വിഷയം. കുക്കറിലല്ലേ വേവിക്കുന്നത്, അപ്പോൾ വെന്തുടഞ്ഞു പോകും. ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട്, നല്ല രാവിലെ അല്ല കേട്ടോ, കുളി കഴിഞ്ഞു, ചായ കുടി കഴിഞ്ഞു. അപ്പോൾ ഞാനിതാ നാടൻ മാവിൻ്റെ ചുവട്ടിൽ വന്നതാണ്. മാങ്ങ ഉണ്ടാ നോക്കട്ടെ. എന്നും ഓരോ മാങ്ങ കിട്ടും. ഇന്ന് ഇത്ര മാങ്ങ ഉണ്ടാക്കട്ടെ. മാങ്ങയൊക്കെ പഴുത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഇടമഴ പെയ്തിട്ട് പിന്നെ മാങ്ങ പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്നും ഓരോ മാങ്ങ കിട്ടും. രാവിലെ ഒരു മാങ്ങ, വൈകുന്നേരം ഓരോ മാങ്ങ. അപ്പോൾ ഇന്ന് ഇത്ര മാങ്ങ ഉണ്ട് നോക്കട്ടെ. മാവ് ഞങ്ങളെ മാവല്ല കേട്ടോ, അപ്പുറത്തെ വീട്ടിലത്തെ കേട്ടോ. ഇതാ ആ കാണുന്നതാണ് മാവ്. വലിയ മാവാണ്, നാടൻ മാവ്. അപ്പോൾ നോക്കട്ടെ, മാങ്ങ ഉണ്ട്. ആ മാമെന്നറിയാൻ മാങ്ങ ഉണ്ട്. അപ്പോൾ മാമ്പഴക്കറി ഉണ്ടാക്കാം. വേണമെങ്കിൽ മാമ്പഴക്കറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ തിന്നാം. നോക്കട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ, മാങ്ങ ഉണ്ടോ. ആ മാങ്ങതാ 1 2 3. ഇതൊക്കെ ഇപ്പോൾ ഞെട്ടറ്റ് വീണതാ കേട്ടോ. കണ്ടോ, കറണ്ട് രാവിലെ വീണതാ തോന്നുന്നു. ആഹാ, 3 മാങ്ങട്ടി. 3 മാങ്ങട്ടി കേട്ടോ. ഒന്നും കൂടെ വീണ് നോക്കട്ടെ. അങ്ങനെ ഞാൻ വീണ്ടും അടുക്കളയിലെത്തിട്ടോ. മാമ്പഴക്കറി ഉണ്ടാക്കാൻ വേണ്ടി പഴുത്ത മാങ്ങ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ പഴുത്തിട്ടില്ല. ഒരു ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഞെങ്ങി അങ്ങനെ പഴുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് പഴുക്കട്ടെ, എന്നിട്ട് നമുക്ക് മാമ്പഴക്കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പിന്നെ കിച്ചൺ ഡ്യൂട്ടി കാണാം അല്ലേ. പിന്നെ അമ്മ ഇവിടെ അല്ല കേട്ടോ. അപ്പോൾ അതിൽ അങ്ങനെ അടച്ചത് പൂച്ച വരുന്ന അകത്തേക്ക് കയറുന്നതിനാണ്. കാരണം മീൻ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂച്ച വരും. ഞാൻ മാങ്ങ പെറുക്കാൻ പോയപ്പോൾ അടച്ചതാണ്. പിന്നെ അമ്മ ഇന്ന് അമ്പലത്തിൽ പോയി. ഞാൻ ഇന്നലെ രാത്രി പോയി കേട്ടോ. അമ്പലത്തിൽ പൂക്കലശം വരവൊക്കെ ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇന്ന് രാവിലെ പോയി. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ ഉച്ചഭക്ഷണം എന്താണെന്ന് നോക്കാം. ഉച്ചഭക്ഷണം പച്ചക്കറിയാണ്, പച്ചക്കറിൻ്റെ കറി. അപ്പോൾ ആദ്യം ഞാൻ ചോറൊന്നും വെച്ചിട്ടില്ല. അടുപ്പത്ത് ഇതാ വെള്ളം വെച്ചിട്ടേ ഉള്ളൂ. വെള്ളം വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം നാളികേരമൊക്കെ അരക്കട്ടെ, എന്നിട്ട് കറി ഒക്കെ റെഡിയാക്കാം. അതിനുള്ള കാര്യങ്ങൾ സെറ്റാക്കാം. അരിയൊന്നും ഇട്ടിട്ടില്ല. നാളികേരം ആദ്യം ചിരകി അരച്ച് വെക്കട്ടെ. ഇന്ന് പീച്ചങ്ങയാണ് കറി. പീച്ചിങ്ങ കറി വയ്ക്കുക. മീനുണ്ട്. അപ്പോൾ അത് നാളികേരം അരച്ച് വെക്കട്ടെ. പിന്നെ ചീരയും ബീൻസും ഉണ്ട് കുറച്ച്. അത് കൂട്ടിയിട്ട് ഒരു മിക്സഡ് തോരൻ. അപ്പോൾ അതിലേക്ക് നാളികേരം ഒന്ന് ചാച്ചെടുക്കാൻ എല്ലാം കൂടെ ആദ്യം ആ പണികളൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് സാവധാനം വെക്കാമല്ലോ. ഭക്ഷണം കഴിക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 2 മണിയാണ്. അപ്പോഴേക്കും ചോറും കറിയാൽ മതി. 1:30 മണിയാകുമ്പോഴേക്കും എല്ലാ ഭക്ഷണവും റെഡിയാവും. പിന്നെ നമ്മുടെ കറി ഇതാണ് കേട്ടോ. ഇത് പീച്ചിങ്ങ. എൻ്റെ ഭാഷ പറഞ്ഞാൽ പീച്ചിങ്ങ, ഇവിടുത്തെ ഭാഷ പറഞ്ഞാൽ പൊട്ടിക്ക് ചെറുപയറും. നന്നാക്കി കൊടുക്കാം. അങ്ങനെ പയറിതാ കുക്കർ. അപ്പോൾ ഇതാ പീച്ചിങ്ങ നമ്മുടെ പൊട്ടിക്കതാ
ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ചെറിയതല്ല, കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. കുക്കറിലല്ലേ വേവിക്കുന്നത്, അപ്പോൾ വെന്തുടഞ്ഞു പോകും. പിന്നെ ഇതിൻ്റെ കൂടെ ഇഞ്ചി, കറിവേപ്പിലക്ക് ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. പിന്നെ പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതും കൂട്ടിയിട്ട് വേവിക്കും. ഇട്ടിട്ടില്ലല്ലോ. കുക്കർ ഗ്യാസ് എല്ലാം എനിക്ക് പേടിയാണ്, കറണ്ട്. കുക്കറും പൊട്ടിത്തെറിക്കും, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതും പൊട്ടിത്തെറിക്കും. ഇങ്ങനെ എൻ്റെ കറി റെഡിയായി. ചോറും കറിയൊക്കെ ഇതാ റെഡിയായിട്ടോ. ചോറിതാ, പിന്നെ ഇതാ ചീര തോരൻ വെച്ചാണ്. ചീരതാ, പിന്നെ മീൻ മുളകിട്ട കറിയുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ചെറുപയറും പിച്ചിങ്ങയും കറി വെച്ചത്. അങ്ങനെ ഉച്ചഭക്ഷണം റെഡിയായി. ഇനി എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ഗിഫ്റ്റ് തന്നത് വേറെ ആരും കേട്ടോ, നമ്മുടെ കിട്ടിയവൻ തന്നെയാണ്. അപ്പോൾ ആ ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗിഫ്റ്റ്. ഒന്നുമില്ല, ഒരു ചുരിദാർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളർ ടൈപ്പ് ചുരിദാർ. ഇത് ഞാൻ ഇറക്കിയുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ചൈനീസ് കോളറാണ് കേട്ടോ, ചൈനീസ് കോളർ. ഈ കോളർ ഭയങ്കര ഇഷ്ടമാണ്. ചൈനീസ് ആണെങ്കിലും ഹൈ നെക്ക് ആണെങ്കിലും ലോ നെക്ക് ആണെങ്കിലും എനിക്ക് കോളർ ടൈപ്പുള്ള, ഇനി വട്ടത്തിലുള്ള കോളറില്ല, അതാണെങ്കിലും കോളർ ടൈപ്പ് എനിക്കിഷ്ടമാണ്. അപ്പം എങ്ങനെയുണ്ട് ചുരിദാർ? അപ്പോൾ ഇതിൻ്റെ പാൻറ് വരുന്നതാ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഷാൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഷാൾ ഭയങ്കര ഇഷ്ടമായി പ്രസാദേട്ടന്, അതുകൊണ്ട് ഷാൾ ഒരുപാട് ഇഷ്ടപ്പെട്ടപ്പോൾ പ്രസാദേട്ടൻ ഇത് വാങ്ങി തന്നു. എനിക്ക് കോളർ ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്കും ഇഷ്ടമായി. വന്നിട്ട് വന്നില്ലേ. പിന്നെ ഇതിന് കുറച്ച് മിനുക്ക് പണികളുണ്ട്, കുറച്ചൊന്ന് മൊത്തത്തിലൊന്ന് സെറ്റ് വാങ്ങിയത്. അപ്പോൾ അതൊന്ന് മൊത്തത്തിലൊന്ന് തയ്ക്കണം. അപ്പം എൻ്റെ മെഷീൻ വാങ്ങിയിട്ട് അതും ഞാൻ മെഷീൻ അടിക്കണ കണ്ടിട്ടുള്ളത്, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മെഷീൻ കേട്ടോ. മെഷീനൊക്കെ ഇങ്ങനെ പുതച്ച് വെച്ചിരിക്കുകയാണ് ഭദ്രമായിട്ട്. അതായത് സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ മെഷീൻ വെച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ മെഷീൻ. മെഷീനുണ്ടോ? അപ്പം ഞാനിതാ എൻ്റെ ചുരിദാർ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരത്തെ പണിയുള്ളൂ. അപ്പോൾ അതൊന്ന് റെഡിയാക്കട്ടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചവിട്ടി കൊടുക്കും കേട്ടോ, നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കും. എന്നും അങ്ങനെ ചെയ്താൽ മെഷീന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. തയ്ക്കാനില്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക. എണ്ണ എന്നും കൊടുക്കും കേട്ടോ. കഴുത്ത് കുറച്ചൊരു ഇറക്കുള്ള പോലെ, അപ്പോൾ അതൊന്ന് ഷോർട്ടാക്കി വെക്കട്ടെ. ആ ചെറിയൊരു പണിയാണ്.
ഇതിൽ കഴുത്ത് വരുന്ന ഇങ്ങനെ വന്നിട്ട് ഇവിടെയല്ല കഴുത്ത്, ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള പോർഷൻ മൊത്തം കാണാം. അപ്പോൾ ഇവിടെയല്ല കഴുത്ത്, ഞാൻ ഇവിടെ കുറച്ചൊരു കഷ്ണം വെച്ചിട്ട് അകത്ത് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തു. ഇത് ചുരിദാർ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ നോക്കി കേട്ടോ. അങ്ങനെ എൻ്റെ അടിക്കലൊക്കെ കഴിഞ്ഞു. മെഷീനൊക്കെ ഇവിടെ ഭദ്രമാക്കി വെച്ചു. ഇനി ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. തയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം 3:15. ഇനി ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ടാറ്റാ, താങ്ക് യു.